Hello guys, welcome back to our channel. So in the നമ്മൾ നോക്കുന്നത് what is inside my skincare and makeup bag. നോക്കാം. Ta-da! So ഇതാണ് ബാഗ്. സോ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെള്ളയില്ല വന്നിട്ട് എനിക്ക് പെട്ടെന്ന് എപ്പോൾ എന്ത് ആവശ്യം വരുന്നൊക്കെ അറിയില്ല. ചിലപ്പോൾ ഭയങ്കര ചുറ്റി പിടിച്ച് കെട്ടുകയാണെങ്കിൽ ഈ ക്ലിപ്പ് യൂസ് ചെയ്യും. അങ്ങനെ നോക്കിയിട്ട് കിട്ടും. പിന്നെ വെറുതെ പെട്ടെന്ന് എവിടെയും പുറത്ത് പോയി ഹെയർ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്ത് പോകണമെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പ്, പിന്നെ ക്ലിപ്പ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഇത് എന്തിനാണ് ഞാൻ വെച്ചിരിക്കാൻ അറിയില്ല, പക്ഷേ ചിലപ്പോൾ ആവശ്യം. ഇത് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ 6th 8th അങ്ങനെ എപ്പോഴും പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. അതായത് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇങ്ങനെ നോക്കാം. പിന്നെ ഇത് ബട്ടർഫ്ലൈ ട്രെൻഡിങ് ക്ലൈപ്പ്, പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. വെറുതെ പോണിറ്റെയിൽ ഇട്ടിട്ട് പോവാറ്. പിന്നെ ഹെയർ വാഷ് ചെയ്ത് അങ്ങനെ ഫിംഗർ ഇട്ട് ഇതുപോലെ ഇങ്ങനെ പ്രേതം പോലെ ഇങ്ങനെ വിരിച്ചിട്ട് നിൽക്കും. പിന്നെ ഇതൊന്നും ചിലപ്പോൾ ഡ്രസ്സിന് മാച്ചിങ് വെച്ചിട്ട് അത്രയും കൂടുതൽ. പിന്നെ നമ്മുടെ ഇൻസൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാൻ സൈഡിലാക്കി വെച്ചു, ഓരോന്നും എടുത്ത് കാണിക്കാൻ വെച്ചിട്ട് മടിയിൽ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇത്, അതായത് ദിവസവും യൂസ് ചെയ്യുന്ന പൗച്ചിൻ്റെ കാര്യങ്ങൾ. ഇതിൽ കുറേ കാര്യങ്ങൾ, പക്ഷേ എല്ലാം യൂസ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക്, ഐലൈനർ, പിന്നെ സ്കിൻ കെയർ ഉണ്ട്, അത് പോകും നോക്കാം. ഇപ്പോൾ ഇതെനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയത്. എനിക്ക് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ന്യൂഡ് പിങ്ക് പോലും ഇല്ല, എന്തുവാക്കി ഇത് ബ്രൗൺ എനിക്കിഷ്ടമാണ്, ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇതിവിടെ വാങ്ങിയത്. ഞാനിപ്പോൾ ഇവിടെ ചെന്നൈയിൽ ടി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്, പർച്ചേസ് ചെയ്താണ്. ഇത് ഭയങ്കര ഇത് കമ്പനിയൊന്നും അല്ലതെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്, ഞാനിപ്പോൾ ഇട്ടതുപോലെ തോന്നുന്നു. നല്ല ന്യൂഡ് ഷെയ്ഡാണിത്, ഭയങ്കര ഇഷ്ടം. കളർ കാണുമ്പോൾ നല്ല ഡാർക്കാണെന്ന് വെച്ചു, പക്ഷേ ഇത് ഭംഗിയുണ്ട്, എനിക്കിഷ്ടം. പിന്നെ അതായത് ഇത് ലിപ്സ്റ്റിക്ക്, പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ നോക്കുമ്പോൾ വലിയ സാധനമായിട്ട് കണ്ടു, പക്ഷേ എനിക്ക് വന്നത് ചെറുത്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ മാറ്റിൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, കൊക്കോ മോച്ച എങ്ങനെയാണ് പറഞ്ഞത് അതാണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ബ്രൗണാണ്, ബ്രൗൺ ഷെയ്ഡ് ബ്രൗണിഷ് നന്നായിരുന്നു കളർ, നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ലിപ് ബാം, ഹിമാലയയുടെ ലിപ് ബാം. പിന്നെ കുറേ ആയി വാങ്ങി, പക്ഷെ തീരുന്നില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണത് ഇതാണ്. പക്ഷെ നല്ല മാറ്റ് ഫിനിഷ്ഡായിട്ട് ഉണ്ട്. അതിങ്ങനെ ഓവർ എനിക്ക് ഗ്ലാസ് ചെയ്തിരിക്കുന്ന ഇഷ്ടമല്ല, നല്ല മാറ്റ് ഫിനിഷ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതിനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സൺസ്ക്രീൻ ഇപ്പോൾ മസ്റ്റ് അല്ലേ, അതുകൊണ്ട് സൺസ്ക്രീൻ, ലാഷീലിൻ്റെ സൺസ്ക്രീൻ. അതായത് എനിക്ക് ലിപ് ബാം ആയാലും ശരി, ഇത് സൺസ്ക്രീൻ ആയാലും ശരി, എനിക്ക് ലിപ് ബാം ഇതാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ പുറത്തൊന്നും ഉള്ളിപ്പോൾ അതായത് ഈ സൺസ്ക്രീൻ ആയാലും ശരി, ഞാൻ ആദ്യമായിട്ടാണ് സൺസ്ക്രീൻ കുറേ പേര് ആൾക്കാരും അവർക്ക് സെറ്റ് ആകാതെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഓയിലി എനിക്ക് ലൈറ്റ് ഡ്രൈ സ്കിൻ ആയിരിക്കും, അപ്പോൾ എനിക്കിത് കുഴപ്പമില്ല. പക്ഷേ ഇതിട്ട് ഓവർ ഓയിലി ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വേറെ ഞാൻ ചാടാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഇതേ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഐബ്രോ പെൻസിൽ. സോ കുറച്ച് ലൈറ്റായിട്ടുണ്ട് എനിക്ക് ഐബ്രോ, അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ഐബ്രോ ഇടാതെ പോകില്ല. മേക്കപ്പ് ഇടാതെങ്കിലും ഞാൻ പോകും, ഐബ്രോ യൂസ് ചെയ്താൽ പോകില്ല. അതുകൊണ്ട് ഡാർക്കായിട്ട് ആവാൻ ഐബ്രോ പെൻസിൽ. നെക്സ്റ്റ് ഇത് എനിക്ക് അറിഞ്ഞ ഒരു ചേച്ചിയാണ്, നിവ്യയുടെ മോയ്സ്ചറൈസർ. എനിക്ക് ആലുവേറ യൂസ് ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ ഇത് ശരി അവർ തന്നു ഇത് കഴിയുന്നവരെ ഇത് യൂസ് ചെയ്യണമുണ്ട് നിവ്യയുടെ. പക്ഷേ ഇത് ഭയങ്കര ഒരുപോലെ ഓയിലി ആയിട്ടുണ്ടാവും, ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് തോന്നുന്നു, അറിയുന്നില്ല, ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ആലുവേറ മോയ്സ്ചറൈസർ ആയിട്ട് ആലുവേറ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ. പിന്നെ ഐലൈനർ, ഇത് അടിപൊളിയായിട്ട് എനിക്ക് എല്ലാവർക്കും ഞാൻ അറിയില്ല, പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നു ഭയങ്കര ഡാർക്കാണ് കേട്ടോ. വാട്ടർ പ്രൂഫിനെ പറ്റി, പക്ഷേ ഇത് വാട്ടർ പ്രൂഫായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല, സ്മഡ്ജ് ആകും. പക്ഷേ ഇത് നല്ല ഡാർക്ക്നെസ്. എന്നോട് എല്ലാവരും ചോദിച്ചു ഏതാ യൂസ് ചെയ്യണം. ഇത് നല്ല, അതായത് ഞാൻ ഡാസർ അല്ലാതെ വേറെ ഏതും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടും യൂസ് ചെയ്യും. ഫസ്റ്റ് ഡാസർ ഇട്ട് പിന്നെ ഇത് നമ്മൾ LITയുടെ. അപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് എല്ലാവരും എന്നോട് കൊടുത്തു ഏതാണ്. അപ്പോൾ ഇതാണ് ഐലൈനർ. പിന്നെ ഇതിൻ്റെ മൂടി കാണാനില്ല, ഇത് ഫേസ് റൈസറാണ് കേട്ടോ. ഇതിൻ്റെ മൂടി കാണാനില്ല. ഇത് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, കുറേ മാസങ്ങളായി യൂസ് ചെയ്യും. അത് എക്സാം വന്നിട്ടുണ്ട്,
അതിന് മുമ്പ് എപ്പോഴോ യൂസ് ചെയ്തതാണ്. ഇത് മൂടി കാണാം, ക്യാപ്പ് കാണില്ല. ഓക്കെ, അങ്ങനെ ഫേസ് വൈസ്. പിന്നെ ഇത് ഒരു ലിപ്സ്റ്റിക്ക്, ഇതും ബ്രൗൺ ആണ്. അതായത് ആദ്യമായിട്ട് ബ്രൗൺ വാങ്ങിയത്, ബ്രൗൺ കളർ വാങ്ങിയതാണ്. പക്ഷേ ഇതെനിക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് തോന്നി. അപ്പോൾ ഇതിനൂടെ പിങ്ക് മിക്സ് ചെയ്താൽ കുറച്ച് ഡാർക്കായിട്ട് തോന്നി. അപ്പോൾ ഇത് ഇൻസൈഡിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതിൽ കാണാൻ കുറച്ച് ഡാർക്കായിരിക്കും കേട്ടോ, പക്ഷെ നമ്മൾ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ അതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചിട്ടില്ല, എന്തെങ്കിലും ലിപ്സ്റ്റിക്കിൽ മിക്സായിട്ട് ഇടാറുണ്ട്. ഇതും ഒരു ബ്രൗൺ, ന്യൂഡ് ഷെയ്ഡ് ബ്രൗൺ ആണ്. ഇത് മാസിൻ്റെ ലിപ്സ്റ്റിക്. ഇത് ഇല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് തന്നതാണ്, എനിക്ക് പ്രിയപ്പെട്ട ഫ്രണ്ട്. അയാളും ഈ യൂട്യൂബ് ചാനലുണ്ട്, അയാളുടെ പേര് മീര. സോ അയാൾ തന്നതാണത്. ഇതും ഒരു പിങ്കും കൂടി, അത് വേറെ പൗച്ചിട്ട് അത് കാണിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഐലൈനർ. ഇത് കാജൽ. ഫസ്റ്റ് ടൈം അല്ലേ യൂട്യൂബ് ഇത് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് വേർഡ്സ് വരുന്നില്ല. ഇത് കാജൽ ഇത് എനിക്കല്ല, അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, ഇതും എല്ലാറ്റിനാണ്, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് ഈ കാജൽ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ ഇത് അങ്ങനെ താഴെ അങ്ങനെ സ്മഡ്ജായിട്ട് അങ്ങനെ കറുന്നാണ്. അതുകൊണ്ട് ഞാൻ കാജലേ ഇടാറില്ല, ഐലൈനർ മാത്രമേ ഇടാറുള്ളൂ. താഴെയും മേലെയും ഐലൈനർ. സോ എപ്പോഴെങ്കിലും എനിക്ക് ഇടാൻ തോന്നി, ഇത് കണ്ട ചിലപ്പോൾ ഇടാൻ തോന്നി, ആ സമയത്ത് ലൈറ്റായിട്ട് ഇടാറുള്ളൂ, അല്ലാണ്ട് വാരി വലിച്ച് കൂട്ടിയൊന്നും ഇടാറില്ല. അങ്ങനെ പിന്നെ പിന്നെ ഇതായിപ്പോൾ നമ്മുടെ തമിഴ് സിനിമയിൽ കാഞ്ചന പോലെ ആയിപ്പോൾ, കാഞ്ചന പോലെ ആയിപ്പോൾ. പിന്നെ ഇത് ഷോപ്പിന് വന്നിട്ട് ഇത് ഐബ്രോ പെൻസിന് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇത് ഐബ്രോ പെൻസിൻ്റെ ക്യാപ്പ്, എനിക്ക് മറ്റേ ബ്രഷ് ഉള്ളതുകൊണ്ട് ഞാൻ അതായത് ക്യാപ്പായിട്ട് യൂസ് ചെയ്യണം. പക്ഷേ ഇതങ്ങനെ ഇതിൻ്റെ ഷോപ്പിനത് വേസ്റ്റ് ആയിട്ട് പൊട്ടിപ്പോയി, അത് കളയണം. അത് അങ്ങനെ വെച്ചിരിക്കും ഞാൻ. ഇത് ഒരു കുഞ്ഞ് ക്ലിപ്പ്. പിന്നെ ഇതും ഒരു കുഞ്ഞ് ക്ലിപ്പ്, നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ ആ പൗച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പൗച്ച്, അത് ബ്ലൂ, ഇത് ഗ്രീനിന് പലവിധ കളറുകൾ, ഗ്രീനിന് പലവിധ കളറുകൾ. ഇതിൽ തിരിച്ചും അതേ ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വന്നതാണ്. അമ്മയ്ക്കും ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം, അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്ക് വന്നിട്ട് ഇട്ടാൽ ഇങ്ങനെ മാറ്റിയിട്ട് ആദ്യം ശരിയാക്കും, അത് പിന്നെ എന്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ന്യൂഡായിട്ട് വാങ്ങി. ഇത് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. ഒരു സൂപ്പറായിട്ടുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയും. അപ്പോൾ ഇത് അമ്മയുടെ ഷെയ്ഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും അറിയാതെ. അപ്പോൾ ഇത് കിസ് ബ്യൂട്ടിയുടെ വാട്ടർ പ്രൂഫ് ഇത് മസ്കാര, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തില്ല, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഇത് വന്നിട്ട് നിറയെ ഐലാഷസ് ഉള്ളത് തോന്നും. അപ്പോൾ പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് തിരിച്ച് കഴുകി എടുക്കണമെങ്കിൽ എൻ്റെ 1-2 ഐലാഷസ് ഉള്ളൂ. ഇത് ഇട്ട് ഞാൻ കഴുകി എടുക്കുമ്പോൾ മൊത്തം കൂടി പോയി പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലും ആണ് അപ്പോൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇത് പെൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ പെൻ, ഭംഗിയില്ലേ. ഇതെൻ്റെ ക്യൂട്ടാണ്, പിങ്ക്, യെല്ലോ, ബ്ലൂ. പക്ഷെ അത് യൂസേ ചെയ്തിട്ടില്ല. ഞാൻ ഡയറി ഒന്ന് വാങ്ങിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും തിങ്സൊക്കെ എഴുതണമെങ്കിൽ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഡയറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ ജസ്റ്റ് യൂസ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെയുണ്ട്. പിന്നെ നെക്സ്റ്റ് പിന്നെ ഞാൻ അപ്പോൾ പറഞ്ഞില്ല ഒരു ലിപ്സ്റ്റിക് കൂടി ഉണ്ടെന്നുണ്ട്, അത് പക്ഷെ പൊട്ടിപ്പോയി, പൊട്ടിപ്പോയി, കുറച്ച് റിപ്പയർ ഉണ്ട്. അപ്പോൾ ഇതും നീല തന്ന ലിപ്സ്റ്റിക്കാണ്. സോ ഇതങ്ങനെ. പിന്നെ നെയിൽ പോളിഷ്, ഇതും ഇപ്പോൾ റീസെൻ്റായിട്ട് പോയപ്പോൾ വാങ്ങിയത്, ബ്രൗൺ. ഞാൻ ന്യൂഡ് ബ്രൗണാണ് ഉദ്ദേശിച്ചത്. ഇത് ഒരു അർജൻറ്റിൽ കണ്ടതും കയ്യിലെടുത്ത് വന്നു. അപ്പോൾ ഇത് ഭയങ്കര ബ്ലാക്കിൻ്റെ ബ്രൗൺ ആയിപ്പോയി, ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ബ്രൗൺ ആയിപ്പോയി. ഇത് ഷുഗർ പോപ്പിൻ്റെ ഒരു ബ്ലൂ, ഇങ്ങനത്തെ കളർ, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതെന്തോ ഒരു ഗ്രീന് പോലെ അത്രയും. പിന്നെ ഒരു മാർക്കർ, ഇത് എന്തെങ്കിലും പ്രൊജക്റ്റ് എന്തെങ്കിലും കോളേജിൽ വർക്ക് വരുമ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇത് സൺഗ്ലാസ് അല്ല തോന്നുന്നു, വെറുതെ ഒരു സ്റ്റൈലിന് വന്നതാണ്. പക്ഷേ വെറുതെ വാങ്ങിച്ച് കൂട്ടും. എൻ്റെ അമ്മ വെറുതെ ഇങ്ങനെ ചീത്ത വിളിക്കും വീട്ടിൽ, എല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. അതായത് ഉപയോഗിക്കാൻ ആദ്യം പുറത്ത് പോകാൻ സമ്മതിക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഇല്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല, അതാണ് കുറ്റം. ഇത് പിന്നെ മീനോ ഇത് കാണണ്ട, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രാന്ത് നടക്കും എനിക്ക്, പക്ഷെ ഇത് ഭംഗിയില്ല. പിന്നെ ഇനിയും ഇതിലും 2 ഗ്ലാസ് ഉണ്ട്. ഇത് ഒരേ ഷേപ്പാണ് എല്ലാം എൻ്റെ മുഖം ഗ്ലാസ് ഇത്രയും. പിന്നെ ഇത് എൻ്റെ അനിയൻ എനിക്ക് ഫസ്റ്റ് വാങ്ങി തന്നെ ഇത് സൺഗ്ലാസ് കണ്ണാടിയാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇത് മാത്രം എൻ്റെ ഫേസിന് സെറ്റ് ആവേ ഉള്ളൂ. വേറെ എനിക്ക് ബാക്കി 2 ഗ്ലാസും കൂടി എനിക്ക് അത്ര സെറ്റ് ആവില്ല, സൂട്ട് ആവില്ല. ഇതാണ് ഭംഗിയില്ലേ. പിന്നെ ഈ പൗച്ച് ഇന്നലെയോ വാങ്ങിയതല്ല. ഇത് അതായത് ഒരു 10 വർഷത്തിന് മുമ്പ്, 9 വർഷത്തിന് മുമ്പ്, അത് അങ്ങനെ ഉണ്ടാവും, 10 അല്ലെങ്കിൽ 9 വർഷത്തിന് മുമ്പ് എനിക്കൊരു ആൻറ്റി തന്നതാണ്. അതായത് എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കും എനിക്കും 2 പേർക്കും ഇങ്ങനത്തെ ഒരു പൗച്ച് തന്നാണ്.
അത് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചു, അതായത് സൂക്ഷിച്ച് വെച്ചതല്ല, എവിടേക്കോ കിടന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു പൗച്ച് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കണ്ണിൽ അത് കുടി, അപ്പോൾ ഞാനിത് യൂസ് ചെയ്തത്. ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ 2 ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലത്തെ, പിന്നെ ഉള്ളിൽ എൻ്റെ ബാൻഡ് അത് എനിക്ക് ഏത് ബാൻഡും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രക്ചബിളാണ്, അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതെനിക്ക് ഇങ്ങനത്തെ നിയോൺ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, മൊത്തം അതായിരിക്കും, അങ്ങനത്തെ നോക്കിയിട്ടായിട്ടത്. നെക്സ്റ്റ് അത്തർ, ഇതെനിക്ക്, അതായത് പെർഫ്യൂമിന് അതിന് ശേഷം എനിക്ക് ഇതാണ് ഇഷ്ടം. അത്തർ പെർഫ്യൂം പോലും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് ഭയങ്കര വാഷ്, അതായത് ഡ്രസ് വാഷ് ചെയ്താലും പോലും ഇതിൻ്റെ മണം പോവില്ല, അതാണ് എനിക്ക് ഇതിന് ഇഷ്ടം. അതായത് നമ്മൾ കുളിക്കാതെ പോലും നമ്മൾ ഇത് മാത്രം ഇട്ടാൽ മതി, നല്ല മണമായിട്ടാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് പോകും, പക്ഷേ ഇത് ഭയങ്കര ഡ്യൂറേഷൻ ആയിരിക്കും ഈ വീഡിയോ. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അധികം ടാബ്ലറ്റ് യൂസ് ചെയ്യില്ല. മിക്കവാറും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യും ആ വേദന. 2 ദിവസം അങ്ങനെ ഉള്ളപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വേദന ഉണ്ടാകുമ്പോൾ, പെയിൻ ഉണ്ടാകുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇത് എന്നിട്ട് കോട്ടൺ പാഡ്സ്, ഇതും ഞാൻ മറ്റേ ഐലൈനർ, ലിപ്സ്റ്റിക്, നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. 100 കോട്ടൺ പാഡ്സ് ഉണ്ട്, പക്ഷേ ഇത് നല്ല വർക്കാട്ടോ, അത് സൂപ്പറായി എനിക്കിഷ്ടം, അതുകൊണ്ട് കോട്ടൺ പാഡ്സ്. നെക്സ്റ്റ് റോസ് വാട്ടർ, ഇത് കഴിയാറായി. റോസ് വാട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. 300 rupees ആമസോൺ വാങ്ങിയാണ്. പക്ഷേ ഭയങ്കര സൂപ്പർ സ്മെല്ലാണ്. ഇത് നമ്മൾ സ്പ്രേ ചെയ്താൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഫേസ് വാഷ് ചെയ്താലും പോലും അത്ര ഉണ്ടാവില്ല, പക്ഷേ ഇത് സ്പ്രേ ചെയ്താൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, അതാണ് എനിക്കിഷ്ടം. പിന്നെ ഇത് ഞാൻ ഡയറി ഇപ്പോഴാണ് പുതിയതായിട്ട് വാങ്ങിയിട്ട്, ഒന്നും എഴുതിയിട്ടില്ല, ഇനി വേണം എഴുതാൻ സ്റ്റാർട്ടാക്കാൻ. അടുത്തത് ഇതും അത് കഴിയാറായി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാനിത് പ്ലമ്മിൻ്റെ വാങ്ങി. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലില്ല. പക്ഷേ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സ്മെല്ല് അങ്ങനെയൊക്കെ പറയാൻ കേട്ടു റോസ് വാട്ടർ. പക്ഷേ എനിക്കൊരു ഇതിൻ്റെ സ്മെല്ല് എനിക്ക് സ്മെല്ല് ചെയ്തപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് ആയതുപോലെ, അപ്പം ഡേറ്റൊക്കെ നോക്കി ഇനിയുണ്ട് സമയം, പക്ഷേ എനിക്കിത് സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു എക്സ്പയറി ഡേറ്റ് ആയ ഒരു സ്മെല്ല് ഉണ്ടാവില്ല അങ്ങനത്തെ, അതുകൊണ്ട്. പക്ഷേ ഇതും അതിനേക്കാളും ഇതൊരു ഫ്രഷ്നെസ് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട്. പിന്നെ സ്ക്രഞ്ചീസ്, ഇതൊക്കെ വാങ്ങിക്കൂട്ടും, പക്ഷേ സ്ക്രഞ്ചീസ് ഇടണേ മറ്റൊരു ബ്രാൻഡ് കാണിച്ചില്ലേ, അതാണ് ഇടാറ്. ഇതെനിക്ക് അത്ര ടൈറ്റ് തരില്ല, അതുകൊണ്ട് ബ്ലാക്ക് ഒന്ന്, ഈ കളറൊന്ന് ഇത് കാണാൻ വലുതാണ്, പക്ഷേ ഇതിൻ്റെ റൗണ്ട് ഇത്രയും ഉള്ളൂ. ഇത് ഭംഗിയുണ്ടാവും, കാണാനൊക്കെ ഭംഗിയുണ്ടാവും സ്ക്രഞ്ചീസ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കോമ്പ്, വുഡൻ കോമ്പ്, നെയിമിൻ്റെ അല്ലാണ്ട് വുഡൻ, നെക്സ്റ്റ് നെയിമിൻ്റെ വാങ്ങണം. പിന്നെ ഇത് സിറം കഴിഞ്ഞു, ഫേസ് സിറം സാറ്റൻ്റെ വേറെ വാങ്ങണം. പിന്നെ ഇത് പെൻസിൽ, ഇത് എവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ് അവിടെ. പിന്നെ ഇത് ടിഷ്യൂ പേപ്പർ, എവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ പുറത്തെവിടെയും പോകുമ്പോൾ എടുക്കും, അതായത് ഹാൻഡ് ബാഗ് യൂസ് ചെയ്യും. സാരം. നെക്സ്റ്റ് ഇത് ഇയറിങ്സ് സ്റ്റഡ് എന്തെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെക്കും, ഇങ്ങനത്തെ ഒരു കുട്ടി ബോക്സ് ഉണ്ടെങ്കിൽ എന്നൊരു ആവശ്യം. പിന്നെ ഇതൊരു ബോം, തലവേദനയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ടാബ്ലറ്റ് അധികം യൂസ് ചെയ്യില്ല, അതുകൊണ്ട് ബോം യൂസ് ചെയ്യും. പിന്നെ ഇതൊരു കീച്ചൺ ആയിരുന്നു, ഷൂവിൻ്റെ, നല്ല ഭംഗിയുണ്ടാവും, അതായത് അനിയനെടുത്തുനിന്ന് വാങ്ങിയതല്ല, കട്ടെടുത്തു, അത്രയേ ഉള്ളൂ. ബാക്ക് ഓവർ. സോ എല്ലാവരും ലൈക്ക് ചെയ്തു വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.